ആ സിറ്റി കാണാൻ എന്ത് ഭംഗിയാണെന്ന്. കുറച്ച് ദിവസങ്ങളായിട്ട് സിറ്റിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഫുള്ള് സമാധാനം. അയ്യോ എന്ത് രസം നോക്കി. നല്ല വെളിച്ചമുണ്ട്, ആളുകളുടെ ഒരു ശല്യം ഇല്ല, മോൺസ്റ്റേഴ്സിന്റെ ശല്യം ഇല്ല. എല്ലാം കൊണ്ടും അടിപൊളി. ദേ നമ്മുടെ ലൈബ്രറി, നമ്മുടെ സിറ്റി ലൈബ്രറി ആണിത്. ഇവിടെ കണ്ടോ കുക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നല്ല എത്തിക്സ് ഉള്ള സിറ്റിയാണ്. ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഇപ്പൊ എല്ലാം ശാന്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം. ഹൈലി സാറ്റിസ്ഫൈഡ് ടു സീ ദിസ്. എന്തേ രസം നോക്കി നമ്മുടെ സിറ്റി കാണാനായിട്ട്. ഓക്കെ, നമുക്കൊരു കോള് വരുന്നു. എന്താ? Breaking news! Nighttime monsters and mysterious mutant creatures surround our city. ഓ നോ, ഓ നോ. രാത്രി സിറ്റിയിൽ എന്തോ പ്രശ്നം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ അലേർട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നമായിരിക്കും ഇപ്പൊ വരുന്നുണ്ടാവുക. ഓക്കെ, എന്തായാലും നമ്മളെല്ലാത്തിനും അലേർട്ട് ആയിട്ടിരിക്കണം. എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണം. യെസ്, ലെറ്റ്സ് ഗോ. വീട്ടിൽ പോയിട്ടിരിക്കുക ഇപ്പൊ തന്നെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നമ്മൾ ഇറങ്ങിയാൽ മതി. അതെന്ത് പ്രശ്നം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല. ആരായിരിക്കും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരിക? ഓ നോ, മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. വീട്ടിൽ സമാധാനപരമായിട്ട് ഇപ്പം ഇരിക്കാം. ഓക്കെ, ഇനി എന്തായാലും രാത്രി ആവുന്നവരെ നമ്മൾ കാത്തു നിൽക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ലെറ്റ്സ് ഗോ. നമുക്ക് അപ്സ്റ്റേഴ്സിൽ പോയിട്ടിരിക്കാം. ബെഡ്റൂമിൽ ഇരിക്കാം, നമുക്ക് ബാൽക്കണിയിൽ പോയിട്ടിരിക്കാം. ഓക്കെ, നമുക്കിനി ഇവിടെ നോക്കാം എന്താണ് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നതെന്ന്. എനിക്കറിയത്തില്ല എന്ത് പ്രശ്നമാണ് ഇനി ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. പക്ഷെ നമ്മൾ എന്തിനും പ്രിപ്പയർ ആയിട്ടിരിക്കണം. അത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഞാനിവിടെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സമയം ഏകദേശം ഒരു നൈറ്റ് ആവാറായിട്ടുണ്ട്. എന്തോ വലുത് വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അതെന്താന്നുള്ളതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. എന്തായിരിക്കും? എന്തായാലും ഞാൻ എന്തിനും റെഡി ആയിട്ടിരിക്കണം. ഓക്കെ, നൈറ്റ് ആയി. ഒരു കോള് വരുന്നുണ്ടല്ലോ. ഓ നോ, സിറ്റിയിൽ മൊത്തം മോൺസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഗീസ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കളത്തിലോട്ട് ഇറങ്ങിയേ പറ്റൂ. നമുക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. ലെറ്റ്സ് ഗോ. ഇതാണ് ഈ വീട്ടിൽ ഏറ്റവും രഹസ്യമായിട്ട് ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റൂം. എൻ്റെ വീട്ടിലോട്ട് അധികം ഞാൻ കൊണ്ടുവരാറില്ല. ഇനി വരുന്ന ആളുകൾ ആരും ഈ റൂമിലോട്ട് കയറാറുമില്ല. ഇതേയിരിക്കുന്നു നമ്മുടെ അയൺമാൻ സ്യൂട്ട്. യെസ്, ഈ വേൾഡിൽ ഞാനാണ് അയൺമാൻ. ഞാൻ മാത്രമാണ് അയൺമാൻ. ഈ നാട്ടിലെ എല്ലാവരും രക്ഷിക്കാനായിട്ട് കാണിച്ചു തരാം. നോക്കിക്കാണേ. യെസ്, ഐ ആം അയൺമാൻ. നമുക്കിനി പോവാം. എല്ലാവരും രക്ഷിക്കണം. കമോൺ. ഇത് ജാക്കൂസ് ആയിരുന്നു, സ്ഥലം മാറിപ്പോയി. യെസ്, ഇനി എന്താണ് പ്രശ്നം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, ദേ മോൺസ്റ്റേഴ്സ്. ഡേയ്, ഓക്കെ, സിറ്റി നശിക്കും ഇങ്ങനെ പോയാൽ. അതായത് ഗവൺമെന്റ് ഒഴികോളും. യെസ്, ഉമ്മാരെ പക്ഷെ നമുക്ക് തീർക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. യെസ്, സ്പൈഡർ. യെസ്, ഇനി എവിടെയാണ് പ്രശ്നങ്ങൾ? പറയൂ. പ്രശ്നങ്ങൾ തീർക്കാനല്ലേ ഞാൻ വരുന്നത്. യെസ്, ടെൽ മീ. ഓ മൈ ഗുഡ്നസ്. ഡേയ്, ഓ നോ, സിറ്റിയുടെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ നശിപ്പിച്ചു. ബ്രോ, ഇതൊന്നും ആരോടും പോയി പറഞ്ഞു കൊടുക്കരുതേ. അങ്ങനെ സിറ്റി രക്ഷിക്കാനായിട്ട് നമ്മൾ രണ്ടുപേരും തന്നെ മുന്നിട്ട് ഇറങ്ങേണ്ടി വന്നു. യെസ്, ധോണി അച്ചായൻ നമുക്ക് ഡ്യൂട്ടി തന്നിട്ട് പോയതാണ്. തുറക്ക്, കേറട്ട്. അയ്യ, ഇപ്പൊ കറന്റ് സിറ്റിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല. ദേ അതിനകത്ത് ഡേയ് അറ്റാക്ക്. ഓ ഷൂ, സ്വന്തം പവർ കൊണ്ടൊക്കെ ചത്തി. അയൺ ബ്രോ, ഏത് അയൺ ബ്രോ ഒന്നും ഇങ്ങോട്ട് വരൂല. ഓനോ, ഞാൻ പ്രശ്നത്തിലാണ്. അയൺ ബ്രോ അവിടെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യായിരിക്കും. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാൽ മതി. അപ്പോഴേക്കും അവ ഇങ്ങോട്ടേക്ക് വന്നോളൂ. അയൺ ബ്രോയുടെ ഹീറ്റ് ബ്ലാസ്റ്റില് ചെറുതായിട്ടൊന്ന് ഞാൻ പെട്ടുപോയി. അതാപ്പ ഉണ്ടായ. ദേ, ഇതെന്തരടാ, അവഞ്ചേഴ്സ് അസംബിൾ അല്ലായിരുന്ന? നിങ്ങൾക്ക് എങ്ങനെ ഇപ്പൊ അസംബിൾ ആയോ ഇവിടെ? യെസ്, ഞാൻ എത്തി. അയൺ ബ്രോ, യെസ്, കമോൺ, നമുക്ക് റിവെഞ്ച് എടുക്കണം. നമ്മുടെ ഐറ്റംസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്, ഒന്നും പോയിട്ടില്ല. എന്റെ ബാക്കപ്പ് സ്യൂട്ട് കയ്യിൽ നിന്നില്ല, അത് വരെ തെറിച്ചുപോയി. യെസ്, ഈ സിറ്റിയെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ. ഇതേ നിൽക്കുന്ന അയൺ ബ്രോ, അവരെ പോയി അറ്റാക്ക് ചെയ്യ്. കമോൺ, ലെറ്റ്സ് ഡു ദിസ്. അയൺ ബ്രോ, എന്നെ അല്ല അറ്റാക്ക് ചെയ്യണ്ടേ.
അയൺ ബ്രോ ഒരു കാര്യം ചെയ്യ്, ഇനി ഇവനെ ഞാൻ എന്റെ മേത്തുനിന്ന് ഇറക്കുന്നില്ല. ഇവ എന്നെ അടിക്കുന്നേ. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. ഓ ജാർവീസ് അല്ല, എയിനെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിടണേന്ന്. അതാണ് ഇപ്പൊ പ്രശ്നമായത്. സ്യൂട്ടിന് പല പോരായ്മകളും ഉണ്ടാവും കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കാൻ നിൽക്കരുത് അതൊന്നും. എടാ എന്റെ സ്യൂട്ടാടാ ഇത്. ഇതിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? അയൺ ബ്രോ നോക്കിയും കണ്ട് അടിക്കണം, എന്നെ അടിക്കാൻ നിൽക്കരുത്. നമുക്കൊരാളെ ഇടിച്ച് കൊല്ലാൻ പറ്റും കേട്ടാ. സ്യൂട്ട് അത്രയും പവർഫുൾ ആയതുകൊണ്ട് ഇടിച്ചിടിച്ച് കൊല്ലാൻ പറ്റും. കൊല്ലടാ എല്ലാത്തിനെയും. ഓ എന്റെ പൊന്നെ, അവിടെ യുദ്ധം എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ ടോണി സ്റ്റാർക്ക് പോലെ ഇമാതിരി ഐറ്റം കാണിച്ചു വെച്ചിട്ടുണ്ടാവില്ല. തെറിപ്പിച്ച് കളയൊക്കത്തിന് ഞാൻ. ഓ എന്റെ മോനെ ഒരുത്ത പറന്നു പോയത് കണ്ട. രാവിലെ ആവുന്നവരെ അവന്മാരെ കളിയുള്ളൂ. തീർന്നടാ നിന്റെ ഒക്കെ കളികൾ രാവിലെ ആടാ. നിന്റെ ഒക്കെ മരണം ഞാൻ കണ്ടു നിൽക്കും. ഓക്കെ, ചെറിയ രീതിയിൽ സിറ്റിക്ക് ഒരു നാശനഷ്ടങ്ങൾ വന്നെങ്കിലും അപകടങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാ പ്രശ്നവും നമ്മൾ സോൾവ് ചെയ്തു. ബിക്കോസ് ഐ ആം അയൺ മാൻ. ഇനി എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകണം. ഒന്ന് സമാധാനത്തിൽ കിടന്നുറക്കണം. രാത്രി മൊത്തം പണി ഇരുന്നില്ല. ഒന്ന് പോയി കിടന്നുറങ്ങട്ടെ ഞാൻ. എന്റെ വീട് എവിടെയാണ്? വഴി മറന്നു പോയല്ലേ ഞാൻ. എല്ലാം തീർത്തു, സിറ്റിനെ രക്ഷിച്ചു. ഞാനല്ലാതെ പിന്നെ ആര്? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ രക്ഷപ്പെട്ടു. യെസ്, വിജയം. ഒരു കുഴപ്പമില്ല. ഞാനും അയൺ ബ്രോയും ഇവിടെ ഉണ്ട്. ജാർവിസ് അല്ലാത്തതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ അയൺമാൻ കാണിച്ചിട്ടുണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ആൻഡ് ബാക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്യാപ്റ്റന്റെ ഷീൽഡൊക്കെ കാണാനായിട്ട് പറ്റി. യെസ്, ക്യാപ്റ്റന്റെ ഷീൽഡ് എന്റെ കയ്യിലാണ് എടുത്തേക്കാൻ തന്നിട്ടുള്ളത്. അത് കൂടാതെ വേറൊരു സാധനം തന്നിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോക്ക് എത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്ന് നോക്കിയിട്ട് അടുത്ത എപ്പിസോഡ് വേണോ വേണ്ടേ, അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും സൂപ്പർ ഹീറോയുടെ ഇത് ട്രൈ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. സോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അയൺ ബ്രോ ഓപ്പൺ. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്തോ, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വീഡിയോ വയ്ക്കും. ഓക്കെ, അപ്പൊ ടാറ്റ, ബൈ. ഇതിനകത്ത് എപ്പോഴാണ് നൈറ്റ് ആവുന്നത്? എല്ലാം നോക്കി, അത് മാത്രം നോക്കിയില്ല. അയ്യോ, സ്ക്രിപ്റ്റ് മൂഞ്ചി വന്നോ. ഒരാഴ്ചയൊരു കണ്ടന്റ് എടുക്കാന്ന് വിചാരിച്ചപ്പം അതിനും സമ്മതിക്കില്ല. സൂര്യ അസ്തമിക്കട മോനെ, രാത്രി ആക്കി താടാ.